പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു സന്തോഷ വാർത്ത. നമ്മുടെ 3 വീഡിയോകൾ ഓഡിറ്ററി ലേണർ, വിഷ്വൽ ലേണർ, കിനസ്റ്റിക് ലേണർ, കണ്ടു പഠിക്കുന്നവർ, അതുപോലെ കേട്ട് പഠിക്കുന്നവർ, ചെയ്ത് പഠിക്കുന്നവർ, ഇങ്ങനെ 3 തരം കുട്ടികൾ. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ഏത് തരത്തിൽപ്പെട്ട കുട്ടിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള അതിനുള്ള ലക്ഷണങ്ങളും അതുപോലെ ആ കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാനും വളരാനുള്ള തന്ത്രങ്ങളെ കുറിച്ചൊക്കെ കഴിഞ്ഞ 2 വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ പറയുന്നത് ചെയ്ത് പഠിക്കുന്നവർ, ബൈ ഡൂയിങ്, ബൈ പ്രാക്ടീസ്, അവരുടെ ലക്ഷണങ്ങൾ, അവരുടെ പ്രത്യേകതകൾ, ആ കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാൻ, കൂടുതൽ വളരാൻ നമ്മൾ ചെയ്യേണ്ട തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ക്വിസ് കോമ്പറ്റീഷൻ 2 വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു 3 വീഡിയോയെ അടിസ്ഥാനപ്പെടുത്തി പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഇന്നത്തെ വീഡിയോ കൂടി ഉൾപ്പെടുത്തി 3 വീഡിയോകളിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്സുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷൻ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടി. അടുത്ത വീഡിയോയിൽ അതിന്റെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. കൃത്യമായി നിങ്ങൾ 1ാമത്തെ പാർട്ട്, 2ാമത്തെ പാർട്ട്, അതുപോലെ 3ാമത്തെ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോ കണ്ട് അതിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ആ പോയിന്റ്സുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ക്വിസ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അതിൽ പൂർണ്ണമായും 10 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഈ 10 ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി അറിയുന്ന 1ാം സ്ഥാനം നേടുന്നയാൾക്ക് വളരെ ആകർഷണീയമായ നല്ല ഒരു സമ്മാനം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ 2ാം സ്ഥാനം നേടുന്ന ആളുകൾക്കും നല്ല സമ്മാനമുണ്ട്. അങ്ങനെ വരുന്ന ഓരോ വീഡിയോകൾക്കും ഇതുപോലെയുള്ള ഒരു മത്സരങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. വീഡിയോകൾ കൃത്യമായി കണ്ട് അതിന്റെ ഉത്തരങ്ങൾ കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കുക. അടുത്ത വീഡിയോയിലായിരിക്കും അതിന്റെ 10 ചോദ്യങ്ങൾ ചോദിക്കുക. അതിന് നിങ്ങൾ കമന്റിലൂടെ കൃത്യമായ ഉത്തരം പറഞ്ഞാൽ വിജയികളെ നമ്മൾ തിരഞ്ഞെടുക്കും. 1ൽ കൂടുതൽ വിജയികൾ ഉണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ 1ാം സ്ഥാനവും അതുപോലെ 2ാം സ്ഥാനവും നമ്മൾ കണ്ടെത്തുക. കിനസ്റ്റിക് ലേണർ, ചെയ്തു പഠിക്കുന്ന കുട്ടികൾ. ആ കുട്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊതുവെ നമുക്ക് ഇത് തിരിച്ചറിയാനുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത്, ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ പൊതുവെ വികാരജീവികളായിരിക്കും. ഇവർക്ക് അധ്യാപകനോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ എന്തെങ്കിലും ദേഷ്യം പിടിച്ചാൽ ഇവർ പെട്ടെന്ന് മൂഡ് ഓഫ് ആയി പോകും, പെട്ടെന്ന് ഡൗൺ ആവും. അതുപോലെ ഇവർക്ക് എന്തെങ്കിലും നല്ല ഒരു വാക്കോ നല്ല സംസാരമോ ആ കുട്ടികളോട് സംസാരിക്കുന്നില്ല, അവർ പെട്ടെന്ന് സന്തുഷ്ടരാകും, സന്തോഷിക്കും. അങ്ങനെ ബാഡ് ആൻഡ് ഗുഡ് ഫീലിംഗ് പെട്ടെന്ന് ഉണ്ടാകുന്ന കുട്ടികളാണ് ഈ കിനസ്റ്റിക് ലേണർ. നമുക്ക് തിരിച്ചറിയാനുള്ള 1ാമത്തെ അടയാളം. കൂടുതൽ വികാരമുള്ള കൂട്ടത്തിലാണ് ഈ കുട്ടികൾ. ഈ കിനസ്റ്റിക് ലേണർ ചെയ്ത് പഠിക്കുന്ന കുട്ടികളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവർക്ക് സ്പർശം, മറ്റുള്ള ആളുകളുടെ സ്പർശം, ടച്ചിങ് ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ്. ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവരെ പ്രശംസിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്തുകൊണ്ട് ഹാൻഡ് ഷേക്ക് കൊടുക്കുക, മുതുകത്തൊന്ന് തട്ടുക, ചുമലിൽ തട്ടുക, ഇങ്ങനെ ടച്ച് ചെയ്തും കൊണ്ട് ഇവരെ അഭിനന്ദിക്കുന്നത് ഇവർക്ക് കൂടുതൽ ഇഷ്ടമാണ്. കൂടുതൽ ഇവർക്ക് താല്പര്യമുണ്ടാകുന്ന കാര്യവുമാണ്. അതുപോലെ പൊതുവെ ഈ കുട്ടികൾ അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ, അതുപോലെ കണ്ട് പഠിക്കുന്നതിനേക്കാൾ ഇവർക്ക് ചെയ്ത് പഠിക്കാതെ, ഇപ്പൊ ഒരു കണക്ക് പറയുകയാണെങ്കിൽ, കണക്ക് കൂട്ടാൻ പറയുകയാണെങ്കിൽ ഇവർക്ക് പിന്നെ എഴുതുന്നതിനേക്കാൾ, അതുപോലെ അത് കേൾക്കുന്നതിനേക്കാൾ, മനക്കണക്കിനേക്കാൾ ഇവർക്ക് കൂടുതൽ കല്ലുകളോ അല്ലെങ്കിൽ ധാന്യങ്ങളോ മറ്റുകളോ പഠിക്കുന്ന ടൂൾസുകളൊക്കെ വെച്ച് ആ കണക്കുകൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഈ കുട്ടികൾക്ക് പൊതുവെ താല്പര്യം. എന്ത് കാര്യവും അത് ബൈ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത. ഈ കുട്ടികൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യമാണ്, ഇവർ വികാരങ്ങൾ ഓർത്തു വെക്കും. ഇവരെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കൂട്ടുകാർ എന്തെങ്കിലും അവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറെ കാലം കഴിഞ്ഞാൽ അവർ അത് പറയും. അവൻ എന്നെ അന്ന് ചീത്ത പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഉപ്പയോടോ ഉമ്മയോടോ അധ്യാപകരോടൊക്കെ പറയും, നിങ്ങൾ അന്ന് എന്നെ ഇങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ വികാരങ്ങൾ ഇവരെ ദേഷ്യപ്പെടുത്തുകയും മോശമാക്കുകയും ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ അവർ ഓർത്തു വെക്കുകയും അത് ഓർത്ത് പിന്നീട് പറയുകയും ചെയ്യുന്ന കൂട്ടത്തിലാണ് ഈ കുട്ടികൾ. അതുപോലെ മറ്റൊരു പ്രത്യേകത, വ്യക്തികളുടെ ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നാൽ വ്യക്തികളുടെ പേരുകൾ ഇവർക്ക് ഓർമ്മ വന്നുകൊള്ളണമെന്നില്ല, അതുപോലെ വ്യക്തിയുടെ മുഖം ഓർമ്മയിൽ വന്നുകൊള്ളണമെന്നില്ല. അതേസമയത്ത് ആ വ്യക്തിയുടെ പെരുമാറ്റം കൃത്യമായി ഓർത്തു വെക്കുന്നു. അതുപോലെ ഈ കുട്ടികളുടെ മറ്റൊരു പ്രത്യേകതയാണ്, ഈ കുട്ടികൾ വിനോദം, കളികൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. പാർക്കിൽ പോവുക, അതുപോലെ എന്ത് കാര്യങ്ങളാണ് കളിയിലൂടെ പഠിക്കുക, കളിയിലൂടെ പഠിപ്പിക്കുക, ഇത് ഈ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ ഓരോ കുട്ടികളെയും നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ്.
അതുപോലെ കൈയക്ഷരം ഞാൻ പറഞ്ഞിരുന്നു. ഓഡിറ്ററി ലേണറുടെ കൈയക്ഷരം, അതുപോലെ വിഷ്വൽ ലേണറുടെ കൈയക്ഷരം, ഇവരുടെ പൊതുവെ കൈയക്ഷരം ശ്രദ്ധിച്ചാൽ ഹാൻഡ് റൈറ്റിംഗ് ഓരോ സമയങ്ങളിൽ വ്യത്യസ്തമായ, കാരണം ഇവരുടെ മനോഭാവങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഓരോ സമയത്ത് വ്യത്യസ്തമായ മനോഭാവങ്ങളാണ് ഇവരുടേത്. അപ്പോൾ ചിലപ്പോൾ വലുതായിരിക്കും, ചിലപ്പോൾ ചെറിയ അക്ഷരം ചെറിയ രൂപത്തിലായിരിക്കും എഴുതുക, ചിലപ്പോൾ മിക്സ് ചെയ്ത് എഴുതുക. ഒരു കൃത്യമായ ഒരു രീതി ഇവർക്കില്ല എന്നുള്ളതാണ് എഴുത്ത് കൈയക്ഷരത്തിൽ. അതുപോലെ ഇവരുടെ മറ്റൊരു പ്രത്യേകത നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവർ ഒരു സ്ഥലത്ത് പോയി കുട്ടികളെ കണ്ടാൽ പെട്ടെന്ന് കൂട്ടുകാരാവുകയും പരിചയപ്പെടുകയും സൗഹൃദത്തിലാവുകയും അതേസമയത്ത് ചെറിയ കാരണങ്ങൾ കൊണ്ട് അവർ വേർപിരിയുകയും ചെയ്യും, വീണ്ടും സൗഹൃദത്തിലാവും. ഇതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. അതുപോലെ പൊതുവെ ഇവർക്ക് പഠിക്കാൻ ചിലപ്പോൾ അധ്യാപകരൊക്കെ സ്കൂൾ ക്ലാസ്സുകളൊക്കെ പറയും, അവിടെ ഇരുന്ന് പഠിക്കടാ, എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഇവർക്ക് നടന്ന് പഠിക്കാനാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം, കൂടുതൽ താല്പര്യം. അതുപോലെ ഇവരുടെ ഈ പരീക്ഷ വരുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇവര് ശ്രദ്ധയോടെ പഠിക്കേണ്ട വിഷയമാണെങ്കിൽ ഇപ്പോൾ ബോർഡിൽ ഒരു എന്തെങ്കിലും വാക്കുകളോ നമ്മൾ എഴുതാൻ വേണ്ടി നോട്ട്സിൽ എഴുതാൻ വേണ്ടി കൊടുത്താൽ അത് ബോർഡിൽ നോക്കി നോട്ടിൽ എഴുതുന്ന സമയത്ത് ഇവർക്ക് നല്ല ശ്രദ്ധ ആവശ്യമാണല്ലോ. അതുപോലെ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ശ്രദ്ധ ആവശ്യമാണ്. ശ്രദ്ധ ആവശ്യമുള്ള വിഷയങ്ങൾ വരുമ്പോൾ പൊതുവെ ഇവർക്ക് ഒരു കാലിന് അനക്കം, ചുണ്ടുകൾ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുക, കൈകാലുകൾ അനക്കിക്കൊണ്ടിരിക്കുക. കാരണം ഇവർക്ക് ഇരുന്ന ഒരു സ്ഥലത്ത് ഇരിക്കാൻ കഴിയില്ല, കാരണം ഇവർ ചെയ്തു പഠിക്കുന്നവരാണ്, ബൈ ഡൂയിങ്. അപ്പോൾ അവർക്ക് വലിയ പ്രയാസം ഉണ്ടാകും, അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുപോലെ ഇവർക്ക് മനപ്പാഠം പഠിക്കുക എന്നത് വലിയ പ്രയാസമായിരിക്കും. അതേസമയത്ത് ഇവർ മനപ്പാഠം പഠിക്കും, ചെയ്തും കൊണ്ട് ബൈ പ്രാക്ടീസ് ഇവർ ചെയ്തും കൊണ്ട് ചിലപ്പോൾ പഠിക്കും. മനുഷ്യന്റെ ജീവിതത്തിൽ കൂടെ ബൈ ഡൂയിങ് അതാണ് വരുന്നത്. ഡ്രൈവിംഗ്, സ്വിമ്മിങ്, അങ്ങനെ ഓരോ കാര്യങ്ങളും മനുഷ്യൻ ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ പഠന രീതി എല്ലാ ആളുകൾക്കും ഉപകരിക്കും എന്നുള്ളതാണ്. ഈ കുട്ടികളെ ചെറിയ പ്രായത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ കുട്ടികൾ നമ്മൾ കളിപ്പാട്ടം കൊടുത്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും റിമോട്ടുകളോ, ഫാൻ റിമോട്ടുകളോ, ടിവിന്റെ റിമോട്ടുകളോ ഇവരെ കയ്യിൽ കിട്ടിയാൽ, എന്തെങ്കിലും സാമഗ്രികൾ കിട്ടിയാൽ അത് പൊളിച്ച് അതിൻ്റെ ഉള്ളൊക്കെ ഒന്നെടുത്ത് റിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, യഥാർത്ഥത്തിൽ അത് കുസൃതിയുടെ ഭാഗമല്ല. യഥാർത്ഥത്തിൽ ഈ ഒരു കഴിവ് ചെറുപ്പം മുതൽ തന്നെ ഇവർ പരിശീലിക്കുകയാണ്. ബൈ ഡൂയിങ്, ചെയ്ത് പഠിക്കുന്ന കുട്ടികളുടെ ചെറുപ്പം മുതലെയുള്ള ഒരു ശീലമാണ്. അതേസമയത്ത് ചില കുട്ടികൾ അത് കൊടുത്താൽ കളിച്ചുകൊണ്ടിരിക്കും, അത് പൊളിക്കുകയൊന്നും ചെയ്യില്ല. ചില കുട്ടികൾ എന്ത് ചെയ്യും, അത് പൊളിച്ച് അതിനൊക്കെ തുറന്ന് റിപ്പയർ ചെയ്യുക. അത് ഈ കിനസ്റ്റിക് ലേണറിൽ പെട്ട കുട്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളുടെ കുട്ടി കിനസ്റ്റിക് ലേണറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പഠിക്കാൻ, കൂടുതൽ വളരാനുള്ള തന്ത്രമാണ് ഇനി ഞാൻ പറയുന്നത്. ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ട രീതി എന്ന് പറയുന്നത് വിവിധ രീതികളിൽ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ, വ്യത്യസ്ത സമയങ്ങളിൽ, വ്യത്യസ്തമായ ഭാവങ്ങളിൽ, രീതികളിലാണ് ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഇന്ന് ഒരു രീതിയിൽ പഠിപ്പിച്ചാൽ നാളെ മറ്റൊരു രീതിയിലാണ് പഠിപ്പിക്കേണ്ടത്. സ്ഥലങ്ങൾ മാറി മാറി, ബെഞ്ചിൽ തന്നെയാണെങ്കിലും ഒരു ഭാഗത്ത് പെൺകുട്ടികളെ, മറ്റു ഭാഗത്ത് ആൺകുട്ടികളെ പിറ്റേ ദിവസം മാറി മാറി ഇരുത്തുക, ഒരു ദിവസം പുറത്തു കൊണ്ടുപോയി പഠിപ്പിക്കുക. പക്ഷെ ഇവരുടെ കുട്ടികൾ അറ്റൻഷൻ പോകുന്ന രീതിയിലുള്ള സ്ഥലം ആകരുതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ അത് പൊതുവേ നമുക്ക് ക്ലാസ്സുകളൊക്കെ ചെയ്യിക്കാവുന്ന ഒരു രീതിയാണ് കുട്ടികൾക്ക് വ്യത്യസ്തത നൽകുക എന്നുള്ളത്. എന്നാൽ കുട്ടികൾക്ക് മടുപ്പില്ലാതെ പഠിക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ ഇവർ നടന്ന് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് നടന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇവർക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഗ്രൂപ്പുകളായി, കൂട്ടമായി കൂടിയിരുന്ന് ചർച്ച ചെയ്ത്, അന്വേഷിച്ച്, പരീക്ഷിച്ച്, ചെയ്തും കൊണ്ട് പഠിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അതാണ് ഇവർക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്യുക, അതാണ് കൂടുതൽ ഇഷ്ടം. അതുപോലെ അധ്യാപകർ ശ്രദ്ധിക്കുക, ഇവർക്ക് കൂടുതൽ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. അതുപോലെ കൂടുതൽ എഴുതാൻ കൊടുക്കുന്നത്. അതേസമയത്ത് ബൈ ഡൂയിങ് ഒരുപാട് പ്രാക്ടിക്കലി അത് ചെയ്യുന്നതാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. എഴുതുന്നതിനേക്കാൾ, കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവർക്ക് ഇഷ്ടം ഇത് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെയ്ത് പഠിക്കാനുള്ള അവസരങ്ങൾ ഈ കുട്ടികൾക്ക് കൊടുക്കുക. അത് കൂടുതൽ അവർക്ക് വളരാനും ഉയരാനും സാധിക്കും. അതുപോലെ പൊതുവെ ഈ കുട്ടികൾ, നിങ്ങളുടെ കുട്ടി കിനസ്റ്റിക് ലേണറാണെന്ന് മനസ്സിലായാൽ ഈ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാനും, പിന്നെ കൃഷികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വെള്ളം ഒഴിക്കാനും, അതുപോലെ ഗ്രഹ പരിപാലനം, വാഹനങ്ങൾ കഴുകുക, വീട്ടിലെ നമ്മൾ വൃത്തിയാക്കുന്ന ജോലികളിൽ ഇവരെ ഉൾപ്പെടുത്തുക, അങ്ങനെ തുടങ്ങി ഓരോ വിഷയങ്ങളിൽ ഇവരെ കൂടുതൽ ആക്ടിവിറ്റീസുകളിൽ അവർക്ക് നൽകിയാൽ, ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ ആക്ടിവിറ്റീസുകൾ ഇവർക്ക് കൊടുത്താൽ ഇവർ കൂടുതൽ വളരും. ഈ 3 വീഡിയോകളും കൃത്യമായി കണ്ട് അതിൽ പറഞ്ഞ പോയിന്റ്സുകൾ നിങ്ങൾ പഠിക്കുക. അടുത്ത വീഡിയോയിൽ ആ 3 വീഡിയോകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. കൃത്യമായി മറുപടി പറയുന്നവർക്കാണ് നമ്മൾ സമ്മാനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ
ഉപകാരപ്രദമായ ഒരുപാട് കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ഇനി നമ്മൾ ചെയ്യും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും കമൻറ്റിലൂടെ ഉത്തരങ്ങൾ അറിയിക്കാനും ശ്രദ്ധിക്കുക.